ഇസ്രായേൽ ഇങ്ങനെ മിനിറ്റിന് ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അവരുടെ യുദ്ധതന്ത്രം നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് തീർന്നതിൻ്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് ആണ്ടട കേൾക്കുന്നു അടുത്ത പൊട്ടിത്തെറി. വോക്കി ടോക്കികളും മറ്റും പട പൊട്ടുന്നു. ഫ്രിഡ്ജും ടി വിയും ഒക്കെ അവർ പേടിച്ചിട്ട് ദൂരത്തോട്ട് എറിയുന്നു എന്നാണ് കേൾക്കുന്നത്. എതിരാളികൾക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചാരസംഘടനയാണ് മൊസാദ്. മൊസാദ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതവർ ഏതറ്റം വരെയും പോയി നടപ്പിലാക്കും. അതവർ കൂടെ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വാട്ടി മുഴുവൻ പണിട്ടെന്ന ഏം പേച്ച് നാണേ കേക്കമാട്ടെ എന്ന് വിജയ് സ്റ്റൈലിൽ അവരത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ ആയുധം കൊണ്ട് ചിന്തിച്ചപ്പോൾ അവർ ചിന്തിച്ചത് തലച്ചോറ് കൊണ്ടായിരുന്നു എന്ന് സാരം. പേജറുകൾ പൊട്ടിത്തെറിക്കില്ല എന്ന ആത്മവിശ്വാസം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു വരുന്ന ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എന്താ പണി പാലും വെള്ളത്തിൽ കിട്ടുക എന്ന് പറയില്ലേ, അതുപോലെ അടുത്ത പണി പല രൂപത്തിലും ഭാവത്തിലും വന്നു തുടങ്ങി. നമുക്കറിയാം, പാലസ്തീൻ ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോഴാണ് ഇറാൻ പതുക്കെ തലപൊക്കി വരുന്നത്. ഒരു കാലഘട്ടം വരെ ഇസ്രായേലുമായി സൗഹൃദമായി പൊക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. ഒരു 1975 വരെയൊക്കെ ഇത് മുന്നോട്ട് പോയി. പിന്നീടാണ് പതുക്കെ സ്വരച്ചേർച്ച വരുന്നത്, ശത്രുതയിലായത്. പിന്നെന്തുണ്ടായി? ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന മറ്റ് ടീമുകളെല്ലാം ഇറാൻ ഫണ്ട് ചെയ്ത് അവരുടെ കൂട്ടത്തിൽ നിർത്തിയിട്ട് ഇസ്രായേലിനെ അങ്ങോട്ട് കൂട്ടിയിട്ട് അടിക്കാനുള്ള പരിപാടി തുടങ്ങി. ഇസ്രായേലും ഒട്ടും കുറയ്ക്കാൻ നിന്നില്ല. അവരെന്ത് ചെയ്തു? ഒറ്റയ്ക്ക് വാടാന്ന് പറഞ്ഞ് ആദ്യം പാലസ്തീനിലെ ഹമാസിനെ അടിച്ച് ചുരുട്ടി ഒരു മൂലയ്ക്ക് ഇരുത്തി. എന്നിട്ട് അടുത്ത പടിയായിട്ട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെ തിരിഞ്ഞു. ഇസ്രായേലിന്റെ ആയുധശക്തിയും വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള വൈദഗ്ധ്യവും ഒക്കെ നല്ലതുപോലെ അറിയാവുന്ന ഹിസ്ബുള്ള അണ്ണന്മാർ എന്ത് ചെയ്തു? വിവരം ചോർന്നു പോകല്ലേ, കരുതൽ വേണമെന്നും പറഞ്ഞ ഒരു സംഭവം അങ്ങോട്ട് യൂസ് ചെയ്തു. പേജർ. ജാംബോന്റെ കാലത്തുള്ള പരിപാടി നമുക്ക് മതി, അതാവുമ്പോൾ സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാകും ഇത് ചെയ്തിട്ടുണ്ടാകുക. പക്ഷെ പണി ചെറുതായിട്ടൊന്ന് പാളിയ പോലെ ഹിസ്ബുള്ളയ്ക്ക് തോന്നാനുള്ള സമയം പോലും കിട്ടിയില്ല. അറഞ്ചം പുറഞ്ചം ഇസ്രായേൽ പട്ടേ എന്ന് പറഞ്ഞാൽ ചീമിട്ടം പണി അങ്ങോട്ട് കൊടുത്തു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വോക്കി ടോക്കിയും മറ്റ് പലതരത്തിലുള്ള സാധനങ്ങളും പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. എന്തൊരവസ്ഥയുടെ തുറന്നു പറയാലോ, വിശ്വസിച്ചൊന്ന് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ പോലും പറ്റില്ലെന്നായിട്ടുണ്ട്. പേടിച്ചിട്ടേ പൊട്ടിത്തെറിച്ചാൽ തീർന്നില്ലേ. എന്നാൽ പിന്നെ ഉറങ്ങിക്കിടന്നിരുന്ന സിംഹത്തിന്റെ മീശയെ പിടിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് ചിന്തിക്കാനുള്ള വിവേകം ഉണ്ടായില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ആയുധങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരോടാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ മക്കളെ എന്ന് ജയറാം ഒരു ഷോയിൽ പറഞ്ഞ അവസ്ഥയാകുമെന്ന് അറിഞ്ഞിട്ടും നേരെ ചെന്ന് ചൊറിഞ്ഞു കൊടുത്തു. ഇസ്രായേലിന്റെ അയൺ ഡോം എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് മുമ്പിൽ ഞെട്ടിത്തരിച്ച് നിൽക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊട്ടിത്തെറിച്ച സാധനങ്ങളെല്ലാം ഇറക്കുമതി ചെയ്തിട്ട് അധിക കാലം ആയിട്ടില്ലെന്ന്. അതിൽ കൂടി കിട്ടിയ പണിയാണിതെന്ന്. പക്ഷെ എൻ്റെ പൊന്നടാവേ നോക്കണേ, ഓരോ പൊല്ലാപ്പ് ഇവന്മാരെന്ത് ഇറക്കുമതി ചെയ്യുമെന്നും അത് എത്ര എണ്ണമാണെന്നും എന്നുള്ളതിൻ്റെ എല്ലാം കൃത്യമായ കണക്കുകൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. മൊസാദിന്റെ തലയിൽ അത് വളരെ കൃത്യമായിട്ട് ചെല്ലുന്നുണ്ട്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ. എന്തായാലും വരും ദിവസം അറിയാം എന്തൊക്കെയാണ് എന്നും ഏതൊക്കെ ആവുമെന്നും. അപ്പോൾ എല്ലാം പിടിയിട്ടില്ലേ? ഈ അവസരത്തിൽ ഞാനൊരു ബൈബിൾ കോട്ട് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാം വാക്യം. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നുവെന്ന്.